പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ബാക്കി കാര്യം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഐശ്വര്യം നൽകുമാറാകട്ടെ. അപ്പോ സാധാരണ ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ കുടുംബജീവിതത്തിന്റെ തകരാറൊക്കെ ഉണ്ടാകുന്നതിന്റെ പ്രശ്നം എന്താ? പ്രശ്നം മറ്റൊന്നുമല്ല, ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കാനുള്ള പാകത എത്തി എന്ന് പറഞ്ഞാൽ എപ്പോഴാ പാകത എത്തുക? ഒരാൾ കല്യാണം കഴിക്കേണ്ട പ്രായം ഏതാ? ഒരു ചെറുപ്പക്കാരൻ മീശ വരുമ്പോഴാ. എത്ര 25 വയസ്സിൽ കെട്ടലാണ് സുന്നത്ത്. റസൂലുള്ള വിവാഹം കഴിച്ചത്, അള്ളാന്റെ റസൂൽ വിവാഹം കഴിച്ചത് 25-ാമത്തെ വയസ്സിലാണ്. അതുകൊണ്ട് 25-ാമത്തെ വയസ്സിൽ കെട്ടലാണ് സുന്നത്തായ പ്രായം. രക്ഷപ്പെട്ടല്ല, കാശ് എനിക്ക് തരണം. പാപ്പായുടെ എത്ര നാളുകൊണ്ട് പറയണം 26 ഒരു വാത് നടത്തിയാൽ എന്തൊക്കെ ഗുണമുണ്ടെന്ന് നോക്കി. പള്ളിക്ക് ഷീറ്റിടാം, കെട്ടാത്തവർക്ക് കെട്ടാം. വലിയ ഫീഹാ മആരിബു ഉഖ്റ, ഇനിയും പല പല പ്രയോജനങ്ങൾ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കാനുള്ള പാകത എന്താ? അള്ളാന്റെ റസൂൽ അതിന്റെ പരിധി പറയുകയായ യുവാക്കളുടെ സമൂഹമേ, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ബാഴത്തെത്തിയാൽ നിങ്ങൾ വിവാഹം കഴിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ, സ്വന്തമായിട്ടൊരു പെണ്ണിന് ചെലവിന് കൊടുക്കാനുള്ള പാകത എത്തിയാൽ, ഒരു ഭാര്യയെ ഒരു പെണ്ണിന് ചെലവിന് കൊടുക്കാൻ കഴിയുന്ന സാമ്പത്തികമായ ആരോഗ്യപരമായ ബാധ്യത നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ വിവാഹം കഴിക്കണേ, നിങ്ങൾ വിവാഹം കഴിക്കണേ. അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞതെന്താ? കല്യാണം കഴിക്കേണ്ടത് എപ്പോഴാ? സ്വന്തമായിട്ടൊരു പെണ്ണിനെ പോട്ടാ പാകതയെത്തിയാൽ. അല്ലാതെ പെണ്ണിന്റെ വാപ്പായോട് പറഞ്ഞു മേടിക്കുന്ന സ്ത്രീധനം മേടിച്ചിട്ട് അവളെ പോറ്റാൻ കഴിഞ്ഞാലല്ല. അതാണത്തമില്ലാത്ത പരിപാടിയാണ്, അതാണത്തമില്ലാത്ത പരിപാടിയാണ്. സ്വന്തമായിട്ട് കൂലിവേല ചെയ്തിട്ടാണെങ്കിലോ ജോലി ചെയ്തിട്ടോ ഒരു പെണ്ണിനെ പോറ്റാൻ പാകതയെത്തിയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിങ്ങൾ വിവാഹം കഴിക്കണേ. ആ കല്യാണം കഴിച്ചാലുള്ള പ്രത്യേകത എന്താ? ഈ ലോകത്ത് വ്യഭിചാരമില്ലാതാകണമെങ്കിൽ, ഈ ലോകത്ത് മദ്യപാനമില്ലാതാകണമെങ്കിൽ, ഈ ലോകത്ത് കുടുംബ ബന്ധം നിലനിൽക്കണമെങ്കിൽ വിവാഹപ്രായമെത്തിയവൻ വിവാഹം കഴിച്ചേ വിട്ടു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നഹു അഗളുൽ ബസർ, അത് നിന്റെ കണ്ണുകൾക്കൊരു പരിചയാണ്, അത് നിന്റെ കണ്ണുകൾക്കൊരു പരിചയാണ്. നീ ഒരു വിവാഹം കഴിച്ചാൽ പിന്നെ വേണ്ടാത്തടത്തേക്ക് നീ നോക്കുകയില്ല, ആവശ്യമില്ലാത്തതിലേക്ക് നിന്റെ കണ്ണ് പാഞ്ഞു പോവുകയില്ല. നിന്റെ ഗുഹ്യസ്ഥാനത്തിന്റെ കൊട്ടാരമാണ്, നിന്റെ ഗുഹ്യസ്ഥാനത്തിന്റെ കൊട്ടാരമാണ്, നിന്റെ ഗുഹ്യസ്ഥാനത്തെ കവർ ചെയ്യുന്ന ആവരണമാണ് നിനക്കാവ്. ഇത് നിനക്ക് ഹറാമ് ചെയ്യാൻ തോന്നില്ല, വികാരത്തിലേക്ക് നിനക്ക് താല്പര്യം വരില്ലെന്ന് അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ചെറുപ്പക്കാര് പ്രായമെത്തിയാൽ പെണ്ണ് കെട്ടിച്ചു കൊടുത്തോണം. ആ വിവാഹത്തിന് 2 ഗുണമുണ്ട്. ഒന്ന് കണ്ണിനെ സൂക്ഷിക്കും, മറ്റൊന്ന് ഗുഹ്യസ്ഥാനത്തിന് പരിചയമുണ്ടാകും. ഒരു സാമൂഹിക തിന്മ തടയപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ മൈക്കിന്റെ മീക്കായിൽ നിന്ന് വിളിച്ച മൈക്കൊന്ന് ശരിയാക്കി നോക്കാൻ പറഞ്ഞു. ഇന്നലത്തെ അത്ര ഉഷാറില്ല. ഈ മൈക്കിനെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കോടെ പോയി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ 3 ദിവസം കേട്ടിട്ട് ജീവിതത്തിൽ ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അത് മതി ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഖുർആനിലെ കല്യാണം, ഖുർആനിലെ നേർച്ച. ഈ കുടുംബത്തിൽ നടന്നത് മുഴുവനും ഇൻഷാ അല്ലാഹ് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശരിയാക്കിയ
അവ സാധാരണയായി നമ്മുടെ നാട്ടിൽ വിവാഹം നടക്കാൻ വേണ്ടി തീരുമാനിച്ചു. നിങ്ങൾ ആദ്യം ഞാൻ ഖുർആനിലെ കുടുംബം പറയുമ്പോൾ ഇതിനൊരു അടിസ്ഥാന തത്വമുണ്ട്. എല്ലാ കുടുംബത്തിന്റെയും തകർച്ച തുടങ്ങുന്നത് എവിടെയാ? ആ തകർച്ച തുടങ്ങുന്നത് എവിടെയാണെന്നറിഞ്ഞാൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടോളിൻ. അള്ളാഹു അത് സൂക്ഷിക്കാൻ തൗഫീക്ക് നൽകട്ടെ. നമ്മളൊരു വിവാഹം നടത്താൻ തീരുമാനിച്ചു. ആദ്യം നമ്മൾ ചോദിക്കുന്ന എന്താ? കെട്ടാൻ വരണ പുതിയാപ്പിളയ്ക്ക് സ്വന്തം പേരിൽ എന്തൊക്കെയുണ്ട്? ഇപ്പൊ കല്യാണത്തിന് അങ്ങനെ പരസ്യമായിട്ടൊരു ചോദ്യം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പുതിയാപ്പിള വരുമ്പോ വീട് പുതിയാപ്പിളയുടെ പേരിലാണോ അതല്ല മറ്റുള്ളവർക്ക് ഷെയർ ഉണ്ടോ? കട ഇവൻ എത്ര ഓഹരിയുണ്ട്? നമ്മൾ സാധാരണ നോക്കുന്നത് എന്താ? ഒരാൾ നമ്മുടെ മോക്ക് വിവാഹം ആലോചിച്ച് വന്നാല് നമ്മൾ ആലോചിക്കുന്ന ആദ്യം ചോദിക്കുന്ന എന്താ? അവന്റെ പേരിൽ എന്തുണ്ടെന്നാണ്. നിങ്ങൾ ആദ്യം നോക്കിക്കോളീൻ. ഏത് കുടുംബ ബന്ധത്തിന്റെയും ഭാര്യ ഭർത്തൃബന്ധത്തിന്റെയും അടിസ്ഥാനം മതബോധമാണ്. മതബോധമില്ലാത്തവരെ സംബന്ധിച്ചോളം ഞാൻ ഈ 3 ദിവസം പറഞ്ഞു ബാധകമല്ല. നാളെ എനിക്ക് വിവാഹത്തിന്റെ 3-ാം ഘട്ടത്തിൽ എത്തണമെന്ന് ആഗ്രഹമുള്ളവൻ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ, അല്ലാത്തവന് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മതം ഇല്ലാത്തവന്, മതബോധമില്ലാത്തവരോട് ഇത് പറഞ്ഞിട്ട് വേറെ യാതൊരുവിധ കാര്യവുമില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അതിന് അത്രയും കസേര ഇടയ്ക്കൊന്ന് ഒഴിവാക്കിയിട്ട് ഒന്നും മുമ്പോട്ട് വരെയിരിക്കും. ഈ കസേരയിൽ ഇരിക്കുന്നു, ഒന്നും മുമ്പോട്ട് വരും. എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേക്ക്. പുറകു വരെ ഇരുന്നവർ മുമ്പോട്ട് വരെയിരിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നാളെ ഇതേപോലെ സ്വർഗത്തിന് മുമ്പോട്ടിരിക്കാൻ തൗഫീക്ക് നൽകട്ടെ. മുമ്പോട്ട്. ഒരിക്കലും നമ്മൾ പുറകിലോട്ട് പോയത് ജീവിതത്തിലും പുറകിലോട്ട് പോകും. മുമ്പോട്ട് വരും, ജീവിതത്തിലും മുമ്പോട്ട് വരും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നന്നാകണമെങ്കിൽ, അറിയണമെങ്കിൽ എല്ലാത്തിന്റെയും അടിസ്ഥാനം മതബോധമാണ്. ഒരു പെണ്ണിനെ നമ്മുടെ മകളെ വിവാഹം ചെയ്യാൻ വരുമ്പോ ആദ്യം നമ്മൾ ചോദിക്കുന്ന എന്താ? അവന്റെ പേരിൽ എന്തൊക്കെയാണ്? ഇനി കല്യാണം കഴിക്കാൻ പോണ പുതിയാപ്പിള ചോദിക്കണം എന്താ? എത്ര തരും? പൊള്ളാച്ചി ചന്തയിൽ പോത്തിനെ വിൽക്കണമാരി ഇപ്പൊ കച്ചവടം. അവന്റെ ഗ്ലാമർ അനുസരിച്ച്, അവന്റെ ഇതനുസരിച്ചാണ് മാർക്കറ്റ് ഇപ്പോ. 2 കൂട്ടരും നോക്കുന്നത് വിവാഹത്തിന്റെ മാനദണ്ഡം ഇന്ന് പണമായി മാറി. കുടുംബ ബന്ധം തകരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? ഭാര്യ ഭർത്താവ് പറഞ്ഞനുസരിക്കൂ. നിങ്ങളൊന്ന് ചിന്തിക്കുക. ഭാര്യയോട് പറയാണ്, ഏയ് എനിക്കിത്തിരി വെള്ളം ചൂടാക്കിയതാണ്. ഞാനേ 100 പവന് 10 ലക്ഷമായിട്ട് ഞാൻ കൊണ്ടുവന്ന് നിന്നോണ്ടായിരിക്കണം, നിനക്ക് തരൽ എന്റെ ബാധ്യതയല്ല. ആധുനികതയുടെ ഈ കച്ചവടത്തിന്റെ കണക്കിലാണ് കുടുംബ ബന്ധം തകർന്നത്, അല്ലേ? അല്ലാന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? ഭാര്യയുടെ ചിന്ത എന്താ? 100 പവനും ലക്ഷക്കണക്കിന് രൂപ എന്റെ വാപ്പയ്ക്ക് കൊടുത്തിട്ടാണ് ഇവ എന്നെ ചുമന്നുകൊണ്ട് കിടക്കണത്. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ് ഇവൻ വാരി ഉണ്ണണത്. എനിക്ക് ബാധ്യതയൊന്നുമില്ല. നിനക്ക് നിന്റെ കാര്യം, എനിക്ക് എന്റെ കാര്യം. ഇവിടെയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം തെറ്റുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ നല്ല ബോധം തരട്ടെ. പരസ്പര സ്നേഹത്തിന്റെ മുടിയിഴകളിൽ കൂട്ടി ഇണയ്ക്കപ്പെടേണ്ട പരസ്പര സ്നേഹം ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കൂട്ടിക്കിഴച്ചിലുകൾക്കിടയിൽ, ഞാൻ കൊണ്ടുവന്നതിന്റെയും നീ വാങ്ങിച്ചതിന്റെയും ലാഭനഷ്ട കണക്കുകളുടെ ഇടയിൽ കുടുംബ ബന്ധം തകരാറാകുന്നു. ഭാര്യ നമ്മളെ അനുസരിക്കാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുവാ? എനിക്ക് രാവിലെ ഒരു അത്യാവശ്യം ഒരു കല്യാണം, ഈ ഷർട്ടൊന്ന് തേച്ച് താന്നി, എനിക്കൊരു സ്വർഗമാണ് എനിക്ക് പോവാ. എന്റെ വാപ്പാന്ന ഷർട്ട് കാശിനാണിപ്പോ ഷർട്ട് മേടിച്ചിട്ടേക്കണം. നീ പിന്നെ അതുകൂടെ തേച്ചും കൂടെ തരാം. എന്റെ വാപ്പാ തന്നതിന്റെ കഴിച്ചില്ല നീ മേടിച്ചത്. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാൻ പറയാം, നിങ്ങൾക്കൊന്നും വേണ്ട പറഞ്ഞില്ല എന്നുള്ളത്. ഇങ്ങനെ ഒരു സമൂഹം ഉണ്ടാകട്ടെ. നമ്മൾ ചോദിക്കുന്ന എങ്ങനെയാ? എനിക്ക് ഇപ്പൊ ചോദ്യം എങ്ങനെയാണെന്നറിയാം? സ്ത്രീധനം. എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് ഒരു നാടിന്റെ പേര് പറയൂല. അപ്പോ ഞാനവിടെ ചെന്നപ്പോ എന്നോട് ചോദിച്ചു, ഉസ്താദ് എന്റെ നാടിന്റെ അടുത്ത്, എന്റെ നാട് ഇടുക്കി ജില്ലയാണ്, അപ്പൊ അതിന്റെ തൊട്ടടുത്ത് കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. ഉസ്താദ് ഇപ്പോ എന്റെ സുഹൃത്തുക്കൾ, എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചവരും എന്റെ സഹപാഠികളൊക്കെയാ. അപ്പൊ കൊല്ലം തിരുവനന്തപുരത്തൊക്കെ ആണല്ലോ അല്ലേ ജോലി? ഞാൻ പറഞ്ഞു അതെ. അപ്പൊ അവിടെ പോകുമ്പോൾ നമുക്ക് പറ്റിയ ഒരു പെൺകുട്ടികൾ ഈ കൊല്ലം തിരുവനന്തപുരം ജില്ലയിലാണ് ഇത്രയും വലിയ സ്ത്രീധനം കൊടുക്കരുത്. വേറൊരിടത്തുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ പോയി. കണ്ണൂര് ഞാൻ അവിടെ വെറുതെ ഇങ്ങനെ ചോദിച്ചപ്പോ കണ്ണൂരുകാരോട് വെച്ച് ഇവിടെ എങ്ങനെയാ സ്ത്രീധനമൊക്കെ? അവിടെ MBBS പാസ്സായ ഡോക്ടറിന് ഏറ്റവും കൂടുതൽ എല്ലാം കൂടെ 4 ലക്ഷം രൂപ.
പണ്ടവും പണവും അച്ചാരവും വിചാരവും സർവ്വതും കൂടെ എത്രയാ? 4 ലക്ഷം രൂപ. MBBS പാസ്സായ ഡോക്ടറിന്. നമ്മുടെ തിരുവനന്തപുരം കൊല്ലത്തോ ചുമ്മാ ഇരിക്കണ LMB ഇല്ല, LMB എന്ന് പറഞ്ഞാൽ ലോകമഹാവാളി, അവന് കൊടുക്കണ അച്ചാരം 4 രൂപ. ഒരു ജോലിയും കൂടി ഇല്ലാത്തവൻ അവനും വന്ന് ചോദിക്കണം എന്താ ഞെളിഞ്ഞു നിന്നിട്ട് 3 പെണ്ണിനെ പ്രസവിച്ച മാതാപിതാക്കളുടെ കാര്യം കഷ്ടമാണ്. കിടപ്പാടം വിറ്റിട്ട് ആ 3 പേരെ ഇറക്കാൻ പറ്റുള്ളൂ. ഒരു നല്ല തലമുറ ഉണ്ടാകണം. അഹമ്മദ് കബീർ ഉസ്താദിന്റെ വഅദ് കേട്ടിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട് ഇവിടെ. എന്റെ പുറകെ വഅദ് കേൾക്കാൻ ഇങ്ങനെ നടക്കുന്നവര്. നിങ്ങളോട് ഞാൻ പറയാം, ഒരു കല്യാണം കഴിക്കുമ്പോൾ ഒരു ആദർശ സമൂഹമായിട്ട് നിങ്ങൾ മാറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പാവപ്പെട്ട പെണ്ണിന്റെ വാപ്പ പലിശയ്ക്ക് മേടിച്ചുണ്ടാക്കിയ പൈസ വെച്ചിട്ട് നമുക്കെന്തിനാ ഒരു കാറും ഒരു വീടും? പാവപ്പെട്ട പിതാവ്, പെണ്ണിന്റെ പിതാവ് പലിശക്കെടുത്തിട്ടാ തരുന്ന, കാരണം ഇല്ലെങ്കിൽ പെണ്ണ് വീട്ടിയിരിക്കും. അപ്പൊ അവന്മാരെന്നോട് ചോദിച്ചു, ഉസ്താദേ ഇവിടെ കല്യാണത്തിന് ആർഭാടം എന്തോ ഒന്നുകൊണ്ട് തീരുവോ? അവൻ അച്ചാരം കൊടുക്കണം, സ്വർണ്ണം ഇട്ട് കൊടുക്കണം, നാത്തൂന് വളയിടണം, അമ്മായിയമ്മയ്ക്ക് വളയിടണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് കെട്ടിക്കൊണ്ടുപോയതിനെ പിന്നെ പുറകെ അവന് സന്തൂക്കെട്ടിലും കൊണ്ടാ കൊടുക്കണം. അടുക്കള കാണല എന്തുവാ? പെണ്ണും ചെറുക്കനും പോയി കഴിഞ്ഞാൽ പുറകെ ഒരലമാര, ഫ്രിഡ്ജ്. ഇപ്പൊ അവസാനം കൊണ്ടുപോയി ഒരു വീട്ടിലുള്ള സർവ്വതും കൊണ്ടുപോകണം. എന്തൊക്കെ? അലമാര, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, യൂറോപ്യൻ ക്ലോസറ്റ് അടക്കം കൊണ്ടുപോകണം അടുക്കളയ്ക്ക്. എന്തൊരവസ്ഥയാണിത്? അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഉസ്താദെ ഉസ്താദ് അവിടെ നമുക്കൊരു ആലോചന വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ഞാൻ പറഞ്ഞു, എനിക്കിന്ന് ബ്രോക്കറിന്റെ പണിയാണ്. അല്ല ഉസ്താദെ, അങ്ങനെ ഉസ്താദ് എവിടെയെങ്കിലുമൊക്കെ മംഗലപുരത്തൊക്കെ പോകുമ്പോൾ പറയൂല, നമുക്കൊരു പെങ്ങളുണ്ടല്ലേ, ഒരു മോളുണ്ടെന്ന് കെട്ടിക്കാൻ പറ്റിയ പുത്യാപ്പള വല്ല ഉസ്താദിന്റെ കൂടെ ദീനീ ബോധമൊക്കെ ഉള്ളവര്. ഞാൻ അപ്പൊ വെറുതെ പറഞ്ഞു, ശരിയടേ. ഞാൻ പറയാം, എന്റെ സഹപാഠികൾ എന്റെ കൂടെ പഠിച്ചവരാ. അപ്പൊ അവന്മാർക്ക് എന്നേക്കാൾ ഇൽമുണ്ടെന്ന് മനസ്സിലായത് എനിക്ക് അപ്പോഴും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നിന്റെ ഡിമാൻഡ്? അപ്പൊ അവരെന്നോട് പറഞ്ഞു, വലിയ ഡിമാൻഡൊന്നുമില്ല, അത്യാവശ്യം മൊഞ്ചത്തി ആയിരിക്കണം, സൗന്ദര്യം വേണം. പിന്നെ ഞാൻ പറഞ്ഞു, മൂളും ഞരങ്ങൊന്നും വേണ്ട, കാര്യം തെളിച്ച് പറയും. അത്യാവശ്യമുള്ള കാര്യമൊക്കെ നമുക്ക് കിട്ടണം. ഞാൻ ചോദിച്ചാൽ എന്തുവാടെ പറയും, നിനക്ക് എന്ത് വേണം അത് പറയും. ഉസ്താദെ ഏറ്റവും കുറച്ച് മഗ്‌രിബും സുബഹിയെങ്കിലും വേണം. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ, കല്യാണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ മഗ്‌രിബും സുബഹിയും വേണം, കളാകരുതെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണല്ലോ. അപ്പോഴാണ് എനിക്കൊരു സംശയം, കുമാർക്ക് ലൊഹറും അസറും സുബഹിയും ഒന്നും ഇശായും ഒന്നും ഇല്ലയോ? ഞാൻ ചോദിച്ചടേ, നിങ്ങൾ JCB മുസ്ലിയാരുടെ ആളാണ്? നമ്മുടെ JCB മുസ്ലിയാരുണ്ടല്ലോ, ചേകന്നൂര് JCB മുസ്ലിയാര് പണ്ട് 2 പക്കത്തെ ഉള്ളെന്ന് പറഞ്ഞാണ് ആരോ വാതിനെ വിളിച്ചോണ്ട് പോയി. ഇപ്പൊ 9 വർഷം കഴിഞ്ഞു, ഇതേവരെ വാത് തീർന്നിട്ടുമില്ല, അയാളോട്ട് തിരിച്ചു വന്നിട്ടുമില്ല. JCB കൊണ്ട് തോണ്ടിയിട്ട് ആകെ ഒരു ചെരുപ്പ് കിട്ടുള്ളൂ, 2ാമത്തെ ചെരുപ്പ് കിട്ടിയിട്ടുമില്ല. അയാൾ 2 പക്കത്തെ ഉള്ളെന്ന് പറഞ്ഞ ആളാണ്. ഞാൻ വെച്ചാൽ നിങ്ങൾ അയാളുടെ ആളാണോ? ഈ വേറെ വക്കത്തൊന്നും നിങ്ങൾക്ക് വേണ്ടേ? അപ്പൊ ഈ സുബഹിയും ലൊഹറും ഇശായും ഒക്കെ ആരും നിസ്കരിക്കും, മഗ്‌രിബ് സുബഹി മാത്രം കളാവായിരുന്ന മതിയോ? അപ്പൊ പിള്ളേരെന്നോട്, ഉസ്താദെ ഞങ്ങൾ പറഞ്ഞത് മഗ്‌രിബ് സുബഹി എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ കാര്യമൊന്നുമില്ല, ഞങ്ങൾ സ്ത്രീധനത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. കാരണം എന്താ, ഇപ്പൊ ഇതാ പുതിയ കോഡ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എന്താ പറഞ്ഞത്? ഉസ്താദെ ഏറ്റവും കുറഞ്ഞത് 5 ലക്ഷം രൂപയെങ്കിലും സ്ത്രീധനം വേണമെന്ന്. മഗ്‌രിബ് 3 റക്അത്തും സുബഹി 2 റക്അത്തും, 3 2 5. സ്ത്രീധനം ചോദിക്കുന്ന വിധവ പറയുന്നത് നമ്മുടെ സമൂഹം 3 2 5. ബ്രോക്കർ ചോദിക്കും, നിനക്കെത്ര വേണം? ഇരിക്കട്ടെ, ലൊഹറും അസറും സുബഹി 10 ലക്ഷം. നിനക്കെത്ര വേണം? ഞാൻ ഫാമിലി സ്റ്റാർട്ട്